ഹായ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും iamSudheerKabeer എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് മിഡ് ജേണി എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. അതുപോലെ ഏകദേശം വെറും 4 സൈറ്റുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്കൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ്, ആനിമേഷൻ ഇമേജ്, സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ക്ലിപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ നാലാമത്തെ സൈറ്റ് docs.google.com ആണ്. അത് നമുക്ക് ആവശ്യം വരുന്നില്ല. ശരിക്കും ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ പോലും ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്കൊരു AI ക്യാരക്ടർ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് എന്ത് ടൈപ്പിലുള്ള ക്യാരക്ടറാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ തരാണ്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് സാമ്പിൾ ട്രാക്കാണ്. എല്ലാ കരോക്കെകൾക്കും സന്ദർശിക്കുക mygoroke.in. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറയുന്ന ഒരു ഇമേജ് ആയിരുന്നു. ആ ഒരു ഇമേജിനെ നമ്മൾ ആക്ച്വലി ഈ ഒരു സംഭവത്തിലേക്ക് മാറ്റിയതാണ്. ഈ കാണുന്ന രീതിയിലേക്ക് ഈ ഒരു ഇമേജാണിത്. ഈ ഒരു ഇമേജിനെ നമ്മൾ വീഡിയോ ആയിട്ട്, അത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറ്റിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിഡ് ജേണി എന്ന് പറയുന്ന ബോട്ട് വേണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമേജുകൾ തന്നെ യൂസ് ചെയ്താൽ മതിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഇമേജസ് യൂസ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ DID എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് മാത്രം മതിയാവും. ഇതാണ് ആ ഒരു വെബ്സൈറ്റ്, DID എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രൈമറി ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 20 ക്രെഡിറ്റ് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. 20 വീഡിയോസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു ഫ്രീ ട്രയൽ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ AI വഴി സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസ്കോഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മിഡ് ജേണി എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മിഡ് ജേണിക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ഇല്ല. അതുകൊണ്ട് തന്നെ മിഡ് ജേണിയിൽ ലോഗിൻ ചെയ്യണമെന്നെങ്കിൽ ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഡെവലപ്പർ മോഡിലുള്ള ഈ ഒരു സൈറ്റിൽ നമുക്ക് അക്കൗണ്ട് വേണം. അപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്. രജിസ്റ്റർ ചെയ്ത് ഇമെയിലിലേക്ക് വരുന്ന സംഭവം ക്ലിക്ക് ചെയ്ത് ആ ഒരു വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് അക്കൗണ്ട് എനബിൾഡ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെയല്ല നമ്മളുടെ കളിയൊന്നും നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്, പ്ലാറ്റ്ഫോമാണ്. ഡിസ്കോഡ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് മിഡ് ജേണി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ മിഡ് ജേണി എന്ന് പറയുന്ന ഈ സൈറ്റിൽ വന്നിട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ജോയിൻ ദ ബീറ്റ ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ദ ബീറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുന്നു. അപ്പോൾ ഇത് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മളോട് ഡിസ്കോഡിൻ്റെ അക്കൗണ്ടാണ് ചോദിക്കുക. ഇവിടെ കാണാം, ഡിസ്കോഡിൻ്റെ അക്കൗണ്ടിലാണ് ഇതിൻ്റെ ആക്സസ് പോകുന്നത്. അപ്പോൾ മിഡ് ജേണിയിൽ നിന്നും അതിൻ്റെ അകത്തുനിന്ന് ഓതറൈസേഷൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ഓതറൈസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ആവും. ഇപ്പോൾ ഇത് മിഡ് ജേണിയുടെ അക്കൗണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ബട്ടണിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് ഈ ഒരു ബട്ടൺ കാണാം. അപ്പോൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു മെനു നമുക്ക് കാണാൻ പറ്റും. ഇത് മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ പറ്റും. അപ്പോൾ ഗോ ടു ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ന്യൂബി 167, 197, ഇതൊക്കെ പുതിയ പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ AI ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് $8 ഒരു മാസത്തേക്കുള്ള കോസ്റ്റ് ഉണ്ട്. ഞാനിത് പെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ച പ്രോംപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഇമേജസ് ഇതിൻ്റെ അത് ജനറേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു / അടിക്കുക, ഇമാജിൻ എന്നടിച്ചിട്ട് ഇമാജിൻ എന്നടിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രോംപ്റ്റ് എന്ന് വരും. ഇമാജിൻ അടിച്ച് ഒരു സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഐ വന്നില്ല, സോറി, ഇമാജിൻ അടിച്ചിട്ട് ഒരു സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് ക്യൂട്ട് കേരള ഗേൾ, ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് ക്യൂട്ട് കേരള ഗേൾ. അപ്പോൾ എനിക്കിത് ക്രെഡിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ക്യൂട്ട് കേരള ഗേൾ 25 years old, റിയലിസ്റ്റിക് DSLR image, wearing സാരി ആൻഡ് ലോ പ്രൊഫൈൽ ഓർണമെന്റ്സ്. ഇത്രയും നമ്മൾ കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഓക്കെ, ഇത്രയും നമ്മൾ കൊടുക്കും. അതിനുശേഷം നമ്മളിത് ഈ പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ ബാലൻസ് ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും.
ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതാ ഇവിടെ കേരള ഗേൾസ് എന്നടിക്കുന്നു, എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഇമേജസ് ജനറേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതാ ഇവിടെ ഈ പുള്ളി ജനറേറ്റ് ചെയ്തേക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് കേരള ഗേൾ ഹോൾഡിംഗ് ബിയർ ബോട്ടിൽ. അപ്പോൾ അവർ ജനറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഇത്ര ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഓപ്പൺ ബ്രൗസർ. ഇത് നമ്മൾ ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. ഇതുപോലെ നമുക്ക് ഈ ഓരോ ഇമേജസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ക്വാളിറ്റിയുള്ള ഇമേജസ് ആണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നിങ്ങൾക്ക്, നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത് കാണിച്ചത്. അപ്പോൾ ഇതുപോലെ ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടി ടെക്സ്റ്റ് വേണം. എന്താണ് നമ്മൾ ഈ ഒരു AI ക്യാരക്ടറിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ടെക്സ്റ്റ് വേണം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇതാ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഇദ്ദേഹം ഒരു പ്രോംപ്റ്റ് അയച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് ആർട്ട് വെർഷൻ ഓഫ്. അപ്പോൾ അതാ കുറച്ച് ക്യാറ്റ്സിൻ്റെയൊക്കെ ഇമേജസ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരും അയക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ഈ ഒരു ഇമേജ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണ്ടി വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, DIDAI. അതായത് DID ഇതാണ് അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ടായിരിക്കത്തില്ല സാധിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ 3 വീഡിയോ ജസ്റ്റ് ടെസ്റ്റ് പർപ്പസിന് വേണ്ടി 3 വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു വിൻഡോയിലായിരിക്കും നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്രിയേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് ക്യാരക്ടറിനെ കൊണ്ട് എന്താണ് പറയിപ്പിക്കേണ്ടത് അത് നമുക്ക് പറയിപ്പിക്കാം. ഇവിടെ കുറേ ക്യാരക്ടേഴ്സ് അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇമേജ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തൊരു ഇമേജാണിത്. ഇതിനെക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ ആ വീഡിയോ ലൈബ്രറിയിൽ കണ്ടതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് സാമ്പിൾ ട്രാക്കാണ്. എല്ലാ കരോക്കെകൾക്കും സന്ദർശിക്കുക. ഓക്കെ, ഈ ഒരു ട്രാക്ക് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് എന്താണ് നമുക്കിവിടെ പറയേണ്ട ടെക്സ്റ്റ്, അതിപ്പോൾ മലയാളം ഉണ്ടെങ്കിൽ മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഇവിടെ ഗൂഗിൾ ഇൻപുട്ട് ടൂളുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ മലയാളം അടിച്ചാൽ വരണമെന്നില്ല. അപ്പോൾ ഇൻപുട്ട് ടൂളൊക്കെ എനബിൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ കുറേ ചെയ്തു തരാം. അപ്പോൾ ഇത് ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓക്കെ, ഇതാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്ത വേർഡ്. അപ്പോൾ ഇത് നമുക്കൊരു ഇംഗ്ലീഷുകാരെ കൊണ്ട് പറയിപ്പിക്കണോ മലയാളിയെ കൊണ്ട് പറയിപ്പിക്കണോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് പറയിപ്പിക്കണോ AI വോയിസിൽ പറയിപ്പിക്കണോ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് വിട്ടു തരുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പെണ്ണിനെ കൊണ്ട് ചൈനക്കാരിയെ കൊണ്ട് പറയിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മലയാളമാണ്. സോ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളത്തിലാകെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് മിഥുൻ, ഒന്ന് ശോഭന. ഈ 2 വോയിസ് മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശോഭനയെ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ജനറേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വീഡിയോ ജനറേറ്റ് ആവുന്നത് നമുക്ക് കാണും. ഇപ്പോൾ എനിക്കിവിടെ 15 ക്രെഡിറ്റ് കൂടി. ഇതും കൂടി ജനറേറ്റ് ചെയ്താൽ 15 ക്രെഡിറ്റും കൂടെ ലെഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ ഇവിടെ പുതിയതായിട്ട് ജനറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് മലയാളം പറയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതാ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതുപോലെ AI ക്യാരക്ടേഴ്സിനെ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിത് വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളെ ഈ ഒരു സൈറ്റുകൾ 3 പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓൾറെഡി ഈ മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ടൂളാണ്, ഗൂഗിൾ ഇൻപുട്ട് ടൂളാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫോണിൻ്റെ അകത്തുകൂടെയും ചെയ്യാൻ പറ്റും. ഈ DIDAI എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോണിൻ്റെ അകത്തുകൂടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം ആളുകളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുമ്പോഴേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.